ഞാൻ മുഹമ്മദ് അഷ്റഫ് കുന്നിരി, ഇൻഡസ്ട്രിയൽ സെൽ മഹാരാഷ്ട്ര പ്രദേശ് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി. ഇവിടെ ഇന്ന് ഭീവണ്ടി കാമൺ റോഡിൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചിട്ടുള്ള ഒരു ലെറ്റർ ഞങ്ങൾ നേരത്തെ PWD കൊടുത്തിരുന്നു. അത് അവർ ചെറിയ സമയം കൊണ്ട് ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്തു തീർക്കാത്തതിനെതിരായിട്ട് ഞങ്ങൾ ഒരു സൂചനാപരമായി ഒരു റോഡ് ബന്ധാക്കിയിട്ടുള്ള ഒരു റോഡ് ഉപരോധമാണ് നിങ്ങൾ ഇന്ന് നടത്തിയത്. റോഡ് ഉപരോധം നടത്തിയിരുന്നു. ഇന്നിപ്പം ഇതിൻ്റെ PWD ഓഫീസർ വന്നു. അവർ നമ്മളോട് ജൂൺ 15 വരെ ഇതിന് ടൈം അവർക്ക് കോൺട്രാക്ടർക്ക് കൊടുത്തിട്ടുണ്ട് എന്നും 15-നകത്ത് ഇത് ചെയ്തു തീർക്കാമെന്നും ഒരു ഗ്യാരണ്ടി നമുക്ക് തന്നിട്ടുണ്ട്. അതനുസരിച്ചിട്ട് ഞങ്ങൾ ഇപ്പം ഈ ആന്തോലനം നിർത്തുകയാണ്. അത് 15-ാം താരീഖ് ജൂൺ 15-ൻ്റെ അകത്ത് തീർത്തില്ലെങ്കിൽ വീണ്ടും ഞങ്ങൾ ഈ ആന്തോലനം തുടരും. റോഡ് ആന്തോലനം വീണ്ടും ഞങ്ങൾ പ്രക്ഷോഭം നടത്തും. ഇവിടെ 7000-ഓളം ഇൻഡസ്ട്രികളുണ്ട്. ഇൻഡസ്ട്രിയലിന് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട്. സ്റ്റാഫ് വരുന്നില്ല, ടെമ്പോ വരുന്നില്ല. റോഡിൻ്റെ പരിസ്ഥിതി കാരണം ഞങ്ങളുടെ ഇൻഡസ്ട്രിയൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നൊരു സൂചനാപരമായിട്ടുള്ള റോഡ് ഉപരോധിച്ചിട്ടുള്ള ഒരു ഉപരോധം നടത്തിയത്. അത് 15-ാം താരീഖ് വരെ ആയില്ലെങ്കിൽ വീണ്ടും ഞങ്ങളിത് ഈ പ്രക്ഷോഭം ലോങ് ടൈമിലേക്ക് തുടരും. ഇത് പാൽഘർ ജില്ലയിലെ മുംബൈ അഹമ്മദാബാദ് ദേശീയപാതയിൽ ചിഞ്ചോട്ടിയിൽ നിന്നും ഭീവണ്ടിയിലേക്കുള്ള റോഡല്ലേ? അതെ, ഈ റോഡാണ്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ കെമിക്കൽ ഗോഡൗണുള്ള ഒരു ഏരിയയാണ് ഭീവണ്ടി. അവിടെ നിന്നാണ് ഈ അഹമ്മദാബാദിലേക്കും ബോംബെയിലോട്ടും അതുപോലെ സൗത്തിലേക്കും വണ്ടികൾ പോകുന്നത്. ഏറ്റവും വെയിറ്റ് കൂടിയ ബൈക്കുകളൊക്കെ പോകുന്ന ഏറ്റവും വലിയ റോഡാണ്. പഴയ കാലത്ത് ഉള്ള റോഡാണ്. ഈ റോഡിൻ്റെ പരിസ്ഥിതി 11 വർഷമായി ഇത് ദൈനംദിനം മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഒന്നിലും ഇവിടുത്തെ ഗവൺമെൻറ്റോ MLA-യോ MP-യോ ഇവിടുത്തെ ഗവൺമെൻറ് ഓഫീസേഴ്സോ ശ്രദ്ധ ചെലുത്താത്തത് കൊണ്ടാണ് ഇന്ന് ഞങ്ങൾ റോഡ് ഉപരോധിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് വരേണ്ടി വന്നത്. ഈ റോഡിൽ കൊടുക്കുക ഇപ്പോഴും ടോൾ സംവിധാനമുണ്ടോ? ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ 1 വർഷമായിട്ട് ടോൾ ഇല്ലാതിരുന്നു. വീണ്ടും ഇപ്പോൾ 15-20 ദിവസമായി ടോൾ തുടർന്നിരിക്കുകയാണ്. ആ ടോളും ഇൻലീഗലാണ്. അവർ വെറും പേപ്പർ പൗത്തി കൊടുത്തിട്ടാണ് ടോൾ എടുക്കുന്നത്. അത് കടലാസിൽ റിസീപ്റ്റ് നൽകിക്കൊണ്ട് ഇല്ലാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ട്. അതിനെതിരായിട്ട് ഞങ്ങൾ ഒരു പരാതിയും കൂടി കൊടുത്തിരിക്കുകയാണ്. ശരി, ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇനി നമുക്ക് പോകാൻ പോലും